സദസ്സിലിരിക്കുന്ന സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വനിതകളുണ്ട്, വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെയും വനിതകളുണ്ട്. പക്ഷെ ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വനിതേനെ നിങ്ങൾ മുമ്പിൽ കണ്ടിട്ടുണ്ടോ? കെ കരുണാകരന്റെ മകളായതുകൊണ്ട് രണ്ടാം നിരയിൽ ഒരു മൂലയ്ക്ക് കസേര ഇട്ട് തരും. ബാക്കിയുള്ളവർ ഇരിക്കാൻ പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ട് അധികം മുഴുവൻ പുരുഷന്മാരാണ്. സ്ത്രീകളെ അപമാനിക്കുക, വേദനിപ്പിക്കുക, സങ്കടപ്പെടുത്തുക, ഇതെല്ലാം സഹിച്ച് നിന്നൊരാളാണ് ഞാൻ ഒരു പാർട്ടിയും ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ ഞാൻ കുറെ എല്ലാ പാർട്ടികളെ പറ്റിയും പഠിക്കുന്ന ഒരാളാണ്. എന്നെ ആകർഷിച്ചത് മോദിജി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ കുടുംബം ഭാരതം. അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഒരു അംഗമായി ചേരാൻ ഞാൻ അന്ന് തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് ഭാരതമാണ്. ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ബഹുമാനം, ചെറുപ്പക്കാരെ വളർത്താനുള്ള വികസന പദ്ധതികൾ. കാരണം ഏറ്റവും അധികം കേരളത്തിൽ വികസനം ചെയ്ത ഒരു പിതാവിന്റെ മകളാണ് ഞാൻ. അതുകൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരാണെങ്കിലും അതിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് BJP? ഞാൻ അവരോടും പറഞ്ഞ ഉത്തരം അതാണ്. കാരണം ഞാൻ BJP എന്ന പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു. അതിൽ കൂടുതൽ ഞാൻ മോദിജിയെ സ്നേഹിക്കുന്നു. കാരണം അതിന് നല്ലൊരു നായകൻ വേണം. അത് ഏത് പാർട്ടിക്കായാലും വേണം. ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇല്ലാതായത് നല്ലൊരു നേതൃത്വമാണ്. നമ്മൾ ഡൽഹിയിൽ പോയാൽ പണ്ടത്തെ കാലത്തൊക്കെ എത്രയോ അധികം നല്ല നേതാക്കളെ കാണുകയായിരുന്നു. അവരെല്ലാം പൊഴിഞ്ഞു പോയി. ഇനിയിപ്പോ ഈ ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം AICC ആസ്ഥാനം അടച്ചു പൂട്ടേണ്ടി വരും. കാരണം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ AO ഹ്യൂമും പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു പ്രമുഖനായിട്ടുള്ള നേതാവും അവിടെ പോയിട്ട് ഒരാള് പാർട്ടി ഉണ്ടാക്കി, ഒരാള് പാർട്ടി നശിപ്പിച്ചു. അവസാനം ഈ രണ്ടുപേരുടെ ഫോട്ടോ മാത്രം എൻ്റെ മുമ്പിൽ കാണാം. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞ എല്ലാവരെയും പറഞ്ഞു വിടുക പാർട്ടിയിൽ നിന്ന്. ഇപ്പൊ ഞാൻ തന്നെ വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പലരും എന്നെ വിളിച്ചു. ശരിയാണ്, കോൺഗ്രസ് വിളിക്കാത്ത ഒരാളും ഉണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറയാം. അപ്പൊ പിന്നെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എനിക്കെതിരെ കിടന്ന് ചിലയ്ക്കുന്നത്. അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് പോണം. കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട. അത് കെ മുരളീധരന് അടുത്ത് തന്നെ അത് മനസ്സിലായിക്കോളും. അദ്ദേഹം പിന്നെ വൈകി മനസ്സിലാക്കില്ല. എൻ്റെ സഹോദരനാണ്, എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും ഞാൻ പറയില്ല, കാരണം സംസ്കാരം അതല്ല. പക്ഷെ അദ്ദേഹം വൈകി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നമുക്കറിയാം, ശ്രീ കെ കരുണാകരൻ പോയതോടുകൂടി ഒരു പ്രമുഖമായ ഒരു സമുദായം കോൺഗ്രസിൽ നിന്ന് അകന്നു. അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ടയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നോക്കിക്കോളൂ, ഇവിടുത്തെ പ്രബലമായൊരു വിഭാഗം LDFന്റെ കൂടെ പോയി, അവരും കോൺഗ്രസിന്റെ അകന്നു. ഇങ്ങനെ എല്ലാവരും മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് പാർട്ടിയൊന്നും അല്ല വേണ്ടത്. അവര് വികസനം, എന്താണ് കേരളത്തിന് കിട്ടാൻ പോണേ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഞങ്ങളുടെ അടുത്ത തലമുറ, ഇന്ന് ഏത് തലമുറയാണ് ഇവിടെ പഠിക്കാൻ നിൽക്കുന്നത്? കഴിയുമ്പോഴേക്കും കാനഡയും ഇംഗ്ലണ്ടൊക്കെ പോവും. എന്തുകൊണ്ട്? ഇവിടെയുള്ള സൗകര്യമില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോദിജിയുടെ കയ്യിൽ നിന്ന് മാത്രമാണ്. കാരണം നമ്മൾ നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരൊക്കെ ഇന്ന് ഇന്ത്യ വിട്ട് പോവുകയാണ്. എന്താ പറയേണ്ടത്, അച്ഛനും അമ്മയും ഒറ്റയ്ക്കാവുന്ന ഗ്രാമങ്ങളുണ്ടെന്ന് ഇവിടെ. അതൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടുകൂടി പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് നശിച്ച് താഴത്തെത്തി എന്ന് എനിക്ക് ഈ അടുത്ത കാലത്താണ് കൂടുതൽ തോന്നിയത്. കാരണം പണ്ടൊക്കെ ഈ UDF എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായത് തൃശ്ശൂർ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലൊരു ഓഫീസ് റൂം ഉണ്ട്. അതൊന്നും ഇപ്പൊ ആരും പറയില്ല, പറഞ്ഞ അവർക്ക് നാണക്കേടാണ്. കാരണം ഇപ്പൊ വന്നവരാണ് UDF ഉണ്ടാക്കിയെന്നാണ് അവരുടെ ഭാവം കണ്ടാൽ തോന്നുക. ആ റൂമിൽ നിന്നുണ്ടായ UDF അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പം UDFൽ ഒന്നും നടക്കില്ല. പക്ഷെ
ഇന്ന് പ്രമുഖമായൊരു സമുദായം അവരെ എന്താ പറയണ്ട, അവര് പറയണത് നമ്മൾ കേൾക്കേണ്ട ഗതികേടിലേക്ക് എത്തി. ഒരു വാക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യം ഇന്ന് കോൺഗ്രസിനുണ്ടോ? ഞാൻ ആ സമുദായത്തെ കുറ്റം പറയില്ല, കാരണം അവരവരുടെ മിടുക്ക് കാണിക്കുന്നു, അവരവരുടെ പാർട്ടി വളർത്തുന്നു, അതിനവരെ നമുക്ക് കുറ്റം പറയാനില്ല ഞാൻ വന്നത്. പക്ഷെ കോൺഗ്രസിന്റെ ഗതികേട് പറയാണ് ഞാനിവിടെ. ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം താണു പോയി. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ വന്നപ്പോ ഇന്നലെ പത്മിനി തോമസ് ഒക്കെ തുടക്കമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ബൂത്തിലും ഒരാളെങ്കിലുള്ള ഒരാളാണ് ഞാൻ. അത് എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും. ഞാൻ ഒരു തിരിച്ചു പോകാൻ വന്നതല്ല. ഞാൻ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരാളാണ്. അറിയാമല്ലോ, ഇത്രയും ചവിട്ടും കുത്തും അപമാനവും എല്ലാം സഹിച്ച ആ പാർട്ടിയിൽ ഞാൻ നിന്നിരുന്നു. പല രാത്രികളിലും ഞാൻ വന്ന് കരയാറുണ്ട്. കാരണം അത്രയധികം പുച്ഛമാണ് സ്ത്രീകളോട്. അത് എത്ര വലിയ ആളുടെ മക്കളായാലും കുഴപ്പമില്ല, അത് പെണ്ണായോ തീർന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു രംഗം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. എത്രയോ കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പെണ്ണുങ്ങൾ, ഇനി അഥവാ പെണ്ണുങ്ങളുടെ സീറ്റ് ഒന്ന് മുമ്പിലിട്ടാൽ നേതാക്കന്മാർ വന്ന് അത് കീറി പിന്നിലേക്ക് ഇടും. അവർ കയറിയിരിക്കും. നമ്മൾ ആരോട് ചോദിക്കും? കാരണം നമ്മുടെ പേരേ ഇല്ല, ആ പേരൊക്കെ അങ്ങ് വെട്ടും. അപ്പൊ ആ രീതിയിൽ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും ഇന്ന് 50 വയസ്സിന് താഴെ എത്ര പേരുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ? നമ്മളൊരു യൂത്ത് കോൺഗ്രസ് മീറ്റിംഗ് നടത്തിയാൽ യൂത്ത് കോൺഗ്രസ്സിൽ വരുന്നൊക്കെ 55-60 വയസ്സായ ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിൽ പാർട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ല. എല്ലാവർക്കും ആവശ്യത്തിനുള്ള അഹങ്കാരവും എല്ലാം ഉണ്ട്. അതായത് ഒരാൾ പാർട്ടി നന്നാക്കാനാണ് ഇന്ന് BJP ഒക്കെ ശ്രമിക്കുന്നത്. ഇവർ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാ. കാരണം പിന്നെ നമുക്ക് മാത്രമായിട്ട് കിട്ടുമല്ലോ. പണ്ടത്തെ കാലത്ത് 2 ഗ്രൂപ്പായിരുന്നു. അത് ഒരു ആരോഗ്യകരമായ മത്സരം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഓരോ വ്യക്തിക്കും ഗ്രൂപ്പാ. രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര എന്ന് ആരെയും കാണുമോ, കണ്ട് ചിരിച്ചാൽ മറ്റാളെന്നോട് പിണങ്ങി. അപ്പം അതുകൊണ്ട് കഴിയണതും ഞാനിപ്പോൾ ഒന്നിനും പോവാറില്ല. മനസ്സും അടുത്ത് രാഷ്ട്രീയമേ വേണ്ട എന്ന് വെച്ച് പോവാൻ നിന്ന ഒരാളാണ്. പക്ഷെ കുറേ കാലങ്ങളായി സത്യം പറഞ്ഞാൽ മോദിജിയുടെ കാര്യങ്ങളും വികസന കാര്യങ്ങളും, അദ്ദേഹം അമ്പലം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പറയാൻ നിന്നാൽ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ. ഈ വികസന പ്രവർത്തനം നടത്താൻ വേറെ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത, എന്താ പറയുക, നമുക്ക് കുടുംബം കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ്. അപ്പൊ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇനി ആരോടും എന്നോട് എന്തിനാ BJP വന്നതെന്ന് ചോദിക്കേണ്ട, അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ഞാൻ വന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അനിൽ ആന്റണി, ഞങ്ങളുടെ അച്ഛന്മാര് ഗ്രൂപ്പ് നല്ലോണം കളിച്ചിട്ടുണ്ട്. 2 പേര് അത്യാവശ്യം ഗ്രൂപ്പൊക്കെ കളിച്ച ആൾക്കാരായിരുന്നു. പക്ഷെ ഞങ്ങൾ മക്കള് തമ്മിൽ അന്നും ഭയങ്കര സ്നേഹമായിരുന്നു. ഇവര് ഗ്രൂപ്പ് കളിക്കും, ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കും. അപ്പം ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് അനിൽ ആന്റണി ഞാൻ വിളിക്കാതെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യം വരുന്നത് അനിലിൻ്റെ അടുത്തേക്ക് ആവണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കാര്യം, തൃശ്ശൂരിൽ നിന്ന് വരുന്ന എനിക്ക് എല്ലാ ജില്ലയിലും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ഇപ്രാവശ്യം BJP അക്കൗണ്ട് തുറന്നിരിക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. അത് എത്ര എണ്ണം എന്ന് നോക്കിയാൽ മതി. ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ ഇവിടെ അധികാരത്തിലേക്ക് BJP എത്താൻ. ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ്. എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട്. അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ്. എൻ്റെ പിന്നാലെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിന്നാലെ ഇനി പലരും വന്നുകൊണ്ടിരിക്കുക. അതെൻ്റെ മഹത്വമല്ല, ഞാൻ പാവം. കാരണം അവർ പറയണ്ടല്ലോ, പത്മജ പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന്. പത്മജ പോയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഇലക്ഷൻ കഴിയും പറയാം എന്താന്നുള്ളത്. വേറെ ഒന്നുകൊണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല. എൻ്റെ ദുഃഖങ്ങൾ ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർ അറിയാം, നേതാക്കൾക്ക് അറിയില്ല. അപ്പം ആ പാർട്ടി പ്രവർത്തകർ വളരെയധികം സങ്കടത്തോടുകൂടി എന്നെ വിളിക്കാറുണ്ട്. അവരെല്ലാം ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത്. ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമല്ല, ഇത്രയും കാലം കരുണാകരൻ്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയതിൻ്റെ ആ പരിചയത്തിലാണ് ഞാൻ പറയുന്നത്. അച്ഛനൊരു രാഷ്ട്രീയത്തിലെ ഒരു എന്താ പറയുക, എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു. അത് മുഴുവൻ കൂടെ ഒന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഇതുവരെ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ കാരണം അവർ സമ്മതിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്നാ
പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ്. ബന്ധങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ട് നടക്കാറ്. എന്തുകൊണ്ടാണ് PC ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്തത്? വേറെ ആരും പറഞ്ഞാലും എന്നെ പറയില്ല അദ്ദേഹം, കാരണം എന്നെ അത്ര ഇഷ്ടമാണ്. അപ്പൊ ആരോ പറഞ്ഞു PC ജോർജ് സാറിനെ നല്ലത് പറയിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല കേട്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് അദ്ദേഹത്തിന് ഒരു മൂത്ത സഹോദരനെ പോലെ ഇഷ്ടമാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നവർക്ക് ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഞാൻ അതാണ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളാണ് നമ്മളെ രാഷ്ട്രീയ ആയാലും എന്തായാലും വ്യക്തിബന്ധങ്ങൾ പ്രധാനമാണ് നമുക്ക്. അതുകൊണ്ട് ആ വ്യക്തിബന്ധങ്ങളും എനിക്കുള്ള ചെറിയ കഴിവുകളും, വലിയ കഴിവെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇപ്പം 7 ദിവസമായി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ കഴിവില്ലാത്താണെങ്കിൽ എന്നെ എന്തിനാ ചീത്ത പറഞ്ഞ? എന്നെ വിട്ടൂടെ? എന്നെങ്ങനെ ദിവസം കാരണം ഉണ്ടാക്കി ചീത്ത പറയാം? ഈ പറയുന്ന ആളുകളാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, അറിയോ? നിങ്ങൾ ഏതാളാണ് എനിക്കെതിരെ കൂടുതൽ പറയുന്നതെന്ന് നോക്കിക്കോ, അവരാണ് എന്നെ പുറത്താക്കിയതിൻ്റെ പിന്നിൽ. അതിൻ്റെ കാര്യം എന്നെങ്കിലും ഞാൻ ഇത് തുറന്നു പറയാണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. അല്ലെങ്കിൽ അന്നൊക്കെ എല്ലാവരും വിചാരിച്ചു എല്ലാ ചവിട്ടും കുത്തും കൊണ്ട് ഞാനിവിടെ കിടക്കുന്നു. അതില്ലാന്നിപ്പോൾ മനസ്സിലായല്ലോ. അപ്പം എന്തെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സ് എനിക്കുണ്ട്. അത് പറഞ്ഞിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങേ ലോകത്ത് പോയാൽ എനിക്ക് മോശം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്രയും ചതികൾ സഹിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ സങ്കടപ്പെട്ടും കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. എത്രമാത്രം അപമാനം എൻ്റെ അച്ഛൻ സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നെ ശപിക്കില്ല. അച്ഛനറിയാം ഞാൻ അത്രമാത്രം സഹിച്ച ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും സഹായവും മനസ്സുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഈ പാർട്ടിക്ക് ഞാൻ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും ഞാൻ പ്രചരണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തീർച്ചയായിട്ടും നിങ്ങൾ അനിൽ ആന്റണിയെ ജയിപ്പിക്കണം. അനിൽ ആന്റണിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞവരോട് എനിക്കൊരു ഉത്തരേ പറയാനുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും 2 മുഖ്യമന്ത്രിമാരുടെ മക്കളാണ്. ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കൾ വരും കേട്ടോ, പേടിക്കണ്ട. അടുത്ത് കുറേ പേര് നിൽക്കുന്നുണ്ട്. ഈ ഞങ്ങൾ കുടുംബത്തിൽ ഇപ്പോൾ AK ആന്റണി ആണെങ്കിലും K കരുണാകരനാണെങ്കിലും വീട്ടിൽ രാഷ്ട്രീയക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ കണ്ടു പഠിച്ചത് വീട്ടിലെ രാഷ്ട്രീയമാണ്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ പിതാവ് MLA ആണ്. പിന്നെ 5 വയസ്സിൽ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി എല്ലാം ആയതുകൊണ്ട് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മാത്രം തരണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എല്ലാ ഉയർച്ചയ്ക്കും ഒരു പതനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഒരാളായിട്ട് ഞാനുണ്ടാവും. ഞാൻ പറയും 9 വയസ്സ് തൊട്ട് 90 വയസ്സുകാരുടെ പത്മേച്ചിയാണ് ഞാൻ, നിങ്ങളുടെയും പത്മേച്ചിയാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ വന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി എന്നെ അംഗീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനിൽ ആന്റണിയെ ജയിപ്പിക്കണം, അതെൻ്റെ അനിയനാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ആദ്യമായിട്ടുള്ള NDയുടെ സ്ഥാനാർത്ഥിയും പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായിട്ടുള്ള യുവാക്കളുടെ പ്രതീകമായിട്ടുള്ള ശ്രീ അനിൽ K ആന്റണിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. भारत माता की, भारत माता की, नरेंद्र मोदी जी की, भारत माता की, वंदे वंदे वंदे. ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDയുടെയും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്.
അതിന് ഇങ്ങനെയൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചതിന് പാർട്ടിയുടെ നേതൃത്വത്തിന് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ പ്രതിനിധീകരിക്കുന്ന ഈ പാർട്ടി, ഞാൻ പ്രവർത്തിക്കുന്ന ശ്രീ നരേന്ദ്രമോദി എന്ന ഈ നേതാവ്, ഇവർക്ക് മറ്റ് പാർട്ടിക്കാരിൽ നിന്നും മറ്റ് നേതാക്കളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ശ്രീ മോദിജി ആയാലും ഭാരതീയ ജനതാ പാർട്ടി ആയാലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഭാരതീയ ജനതാ പാർട്ടി 1980 തന്നെ രൂപീകരണ സമയത്ത് ചില കാര്യങ്ങൾ വ്യക്തമായി പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണിയും. ഈ കൊല്ലം ജാനുവരി 22 ശ്രീ നരേന്ദ്രമോദിജി ആ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തി. അതുപോലെ പാർട്ടിയുടെ സ്ഥാപന സമയത്ത് തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ 370 നമ്മൾ മാറ്റും. അതും ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന രണ്ടാമത്തെ ടേമിൽ നമ്മൾ അനുച്ഛേദനം ചെയ്ത് കഴിഞ്ഞു. ഈ ടേമിൽ നമ്മൾ പറഞ്ഞു CAA നടപ്പിലാക്കും. അത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇതുപോലെ ശ്രീ നരേന്ദ്രമോദിജിയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് നടപ്പിലാക്കിയിട്ടുണ്ട്, ഇനി നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. 2014 ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് ഭാരതത്തെ നയിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, അച്ഛാ ദിൻ ആ രഹേ ഹൈ, അച്ഛാ ദിൻ ആ രഹേ ഹൈ. കഴിഞ്ഞ 10 വർഷത്തിൽ ഭാരതം കണ്ടത്, ഭാരതത്തിന്റെ 75 വർഷത്തിലെ ഏറ്റവും വലിയ 10 വർഷത്തെ സുവർണ കാലമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു വർഷത്തിന് മുമ്പ് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതം ബ്രിട്ടനെ മറികടന്ന് ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറി. ഇതുപോലെ GDP വർധനയുടെ കൂടെ തന്നെ എല്ലാ മേഖലയിലും വലിയ വലിയ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് നമ്മൾ കണ്ടത്. ചില ഉദാഹരണങ്ങൾ, 2014 ഇന്ത്യയിൽ 7 IITകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് 3 ഇരട്ടിയിലധികമായി 21 IITകളുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 8 ആയിരുന്നു, ഇന്ന് അത് 25 3 ഇരട്ടി പിന്നെയും വർദ്ധിച്ചു. എയർപോർട്ടുകൾ 74 ആയിരുന്നു, ഇന്നത് 150 അധികമായി. മെഡിക്കൽ കോളേജ് ഏകദേശം 300-നടുത്തായിരുന്നു, ഇന്നത് 600-ലധികമായി. ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വളർച്ചയാണ് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ വളർച്ചയുടെ കൂടെ തന്നെ മോദിജിയുടെ സങ്കല്പം, അതായത് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ഈ മോദിജിയുടെ സങ്കല്പം, ഈ സങ്കല്പത്തിൽ ഭാരതത്തിലെ 140 കോടി ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായി അദ്ദേഹം 67 വർഷത്തിൽ കാണാത്ത രീതിയിലുള്ള ഓരോ വെൽഫെയർ സ്കീമുകളും, എംപവർമെന്റ് സ്കീമുകളും, സശക്തീകരണ സ്കീമുകളും അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം ഏകദേശം 300ഓളം പുതിയ സ്കീമുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ചിലത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിൽ 4 കോടിയോളം ഭവനങ്ങളാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ഏകദേശം 11 കോടി ശൗചാലയങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് 10 കോടിയോളം വീട്ടിലേക്കാണ് നമ്മൾ ടാപ്പ് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ആയുഷ്മാൻ ഭാരത് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്കീമായി മാറി. ഇന്ന് 55 കോടി ഗുണഭോക്താക്കളാണുള്ളത്. അതുപോലെ ഏതാനും 2-3 മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായിട്ട് ഏകദേശം 80 കോടിയോളം ഭാരതീയർക്കാണ് റേഷൻ സ്കീം 5 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു വശത്ത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വളർച്ച, മറുവശത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇതുപോലത്തെ സശക്തീകരണ സ്കീമുകൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ
ഇത് ഇങ്ങനെ ഭാരതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം മലയാളികളാണ്. ഇന്ന് കേരളം മാത്രം ഓരോ ദിവസവും ഓരോ മാസവും പുറകോട്ട് പോകുന്ന ഒരു നിർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ യുവജന തൊഴിലില്ലായ്മ നിരക്കുള്ള 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. RBIയുടെ കണക്കനുസരിച്ച് ഏറ്റവും മോശം വളർച്ചാ നിരക്കുള്ള 3 വലിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. ഇപ്പോൾ ഇത് ടെക്നോളജിയുടെ കാലമാണ്. ഈ ടെക്നോളജിയുടെ കാലത്ത് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ശക്തിയായി മാറിക്കഴിഞ്ഞു. 11ാം സ്ഥാനമായിരുന്നു, ഇന്ന് 3ാം സ്ഥാനമായി കഴിഞ്ഞ 10 വർഷത്തിൽ. ഇപ്പൊ ഏകദേശം 10 വർഷം മുമ്പ് ശ്രീ മോദിജി ഇന്ത്യയെ നയിക്കാൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യയിൽ 500ഓളം സ്റ്റാർട്ടപ്പുകളായിരുന്നു. ഇന്ന് അത് ഏകദേശം 1 ലക്ഷത്തിലധികമായി. ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് മാത്രം ഏകദേശം 40 ലക്ഷത്തോളം യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയായി ഇത് മാറിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ പല സിറ്റികൾ, ഇപ്പം പല നഗരങ്ങളിൽ, പല പ്രദേശങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ 20, 22, 25 വയസ്സുള്ള ഇന്ത്യൻ ചെറുപ്പക്കാർ ഇന്ന് സ്റ്റാർട്ടപ്പുകൾ, ഹൈടെക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നു. അവർ അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഈ 20, 22, 25 വയസ്സുള്ള ചെറുപ്പക്കാർ അവർ ഇന്ന് ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റ് വിക്ഷേപണം പോലും നടത്തുന്നു. ഈ അവസരത്തിൽ കേരളത്തിൽ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ സർവകലാശാലയിൽ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI ഭീകരർ നമ്മുടെ യുവതി യുവാക്കൾ ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലുന്നൊരു സിറ്റുവേഷനാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ന് ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ ഓരോ വളർച്ച ഓരോ രംഗത്തും നടക്കുകയാണ്. ഇന്ന് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഇന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച്, നമോ ഡ്രോണുകൾ ഉപയോഗിച്ച് കർഷകർക്ക് ഇന്ന് നമ്മൾ നാനോ ഫെർട്ടിലൈസർ വരെ കൊടുക്കുന്നു. കഴിഞ്ഞ 10 വർഷം പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായി 11 കോടിയോളം കാർഷിക കുടുംബങ്ങൾക്ക് 3 ലക്ഷത്തോളം കോടിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ കേരളത്തിലെ കർഷക കുടുംബങ്ങൾ അവർ ദുരിതത്തിലാണ്. റബ്ബർ കാർഷികർ ദുരിതത്തിലാണ്. ഇവിടെ കേരളത്തിൽ ഇന്ന് ഹൈടെക് ഡ്രോണുകൾ ഉപയോഗിച്ച് BJP സർക്കാരുകൾ നാനോ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ കേരളത്തിൽ കർഷകർ വന്യമൃഗങ്ങളുടെയും കാട്ടുമൃഗങ്ങളുടെയും ശല്യം കാരണം അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീ നരേന്ദ്രമോദിജി നയിക്കാൻ തുടങ്ങുന്നതിന് ശേഷം ഭാരതം ഒരു കൾച്ചറൽ റീക്ലമേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അയോധ്യ ആയാലും വാരണാസി ആയാലും സോംനാഥ് ആയാലും എല്ലാം ആഗോള നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ഭൂമിയാണ്. ഈ ഭൂമികളെല്ലാം നമ്മൾ റീക്ലെയിം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നമ്മൾ കേരളത്തിലേക്ക് നോക്കൂ, ഈ ഇരിക്കുന്ന പത്തനംതിട്ടയിലേക്ക് നോക്കൂ. ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ഒരു ഭൂമി തന്നെയാണ് ഈ ശബരിമല. ലോകത്ത് ഓരോ വർഷവും ഇവിടെ ലോകത്ത് നിന്ന് 50-60 രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമാണ് ഈ ശബരിമല. ഇവിടെ ശബരിമല കൂടാതെ മാരമൺ കൺവെൻഷൻ, അതുപോലെ പരിമല ദേവാലയം, ഇങ്ങനെ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് അയോധ്യയിലും വാരണാസിയിലും സോംനാഥിലും പോകുമ്പോൾ നമ്മൾ 10 വരി പാതകൾ കാണുന്നു, 12 വരി പാതകൾ കാണുന്നു, ലോകാത്തര നിലവാരമുള്ള എയർപോർട്ടുകൾ കാണുന്നു, ലോകാത്തര നിലവാരമുള്ള മെട്രോ സ്റ്റേഷനുകൾ കാണുന്നു, ലോകാത്തര നിലവാരമുള്ള ഹോട്ടൽ ചെയിനുകൾ കാണുന്നു. എല്ലാവർക്കും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ കാണുന്നു. പക്ഷെ ഇവിടെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഇത്രയും ആത്മീയതയുള്ള ഒരു സ്ഥലം, ഇത്രയും കൂടുതൽ ഓരോ വിശ്വാസികളുടെ പവിത്രമായ തീർത്ഥാടന സ്ഥലങ്ങളുള്ള ഈ സ്ഥലത്ത് ഇവിടെ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇതൊരു വാസ്തവമാണ്. ശബരിമലയിലേക്ക് പോലും ഇന്നും ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു 2 വരി പാതയാണുള്ളത്. നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല, നല്ല കുറച്ച് ബസ് സ്റ്റാൻഡുകൾ പോലും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതെല്ലാം മാറാൻ സമയമായി. പക്ഷേ ഇവിടെ മാറി UDF വരുന്നു, LDF വരുന്നു. നിങ്ങൾക്കറിയാം എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. IMF പറയുന്നു, വേൾഡ് ബാങ്ക് പറയുന്നു, എല്ലാവരും പറയുന്നു നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന
ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗ്ലോബൽ ഇക്കോണമിയാണ്. വി ആർ ദ ലോൺ ബ്രൈറ്റ് സ്പോട്ട് ഇൻ എ വെരി ടർബുലന്റ് വേൾഡ്. ഇതാണ് IMF പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും കേരളം പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതെങ്ങനെ മാറും? ഇവിടെയുള്ള ഈ ജനപ്രതിനിധികൾ ഇത് മാറ്റുമോ? ഇവിടെയുള്ള UDF-ഉം LDF-ഉം ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ, എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഇവർക്കൊന്നും വികസനം താല്പര്യമില്ല. ഇവർ മാറി ഇവർ വർഗീയത കുത്തിവെക്കുന്നു. ഇവർ പ്രീണന രാഷ്ട്രീയം നടത്തുന്നു. ഇവർ പ്രീണന രാഷ്ട്രീയം നടത്താൻ മത്സരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടു കാണും. 2 ദിവസം മുമ്പ് എനിക്കെതിരെ മത്സരിക്കുന്ന ശ്രീ ആന്റോ ആന്റണി ഇവിടെ 15 വർഷം MP ആയിരുന്ന വ്യക്തിയാണ്. 3 തവണ MP ആയ ഒരു വ്യക്തിയാണ്. പക്ഷെ 2 ദിവസം മുമ്പ് അദ്ദേഹം പാകിസ്ഥാൻ എന്ന നമ്മുടെ അയൽ രാജ്യം കഴിഞ്ഞ 3-4 ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ചാലഞ്ചുകളിൽ ഒന്ന് പാകിസ്ഥാൻ സ്പോൺസേർഡ് ക്രോസ് ബോർഡർ ടെററിസം ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ തന്നെ ഒരു കേന്ദ്രമന്ത്രി പാകിസ്ഥാനിന്റെ പാർലമെന്റിൽ പറഞ്ഞത് ഇത് അവരുടെ വിജയമാണെന്നാണ്. ഇതാണ് പാകിസ്ഥാന്റെ ഒരു മന്ത്രി പാകിസ്ഥാന്റെ പാർലമെന്റിൽ പറഞ്ഞത്. എന്നിട്ട് ശ്രീ ആന്റോ ആന്റണി 2 ദിവസം മുമ്പ് പറയുന്നു ഇതിൽ പാകിസ്ഥാൻ എന്താണ് പങ്ക്? അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ പ്രൊമോഷൻ രാജ്യങ്ങളിലൊന്നായ പാകിസ്ഥാനെ എവിടെന്നുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി, തീവ്ര മനോഭാവമുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി വെള്ളപൂശാനാണ് ഈ ശ്രീ ആന്റോ ആന്റണി ശ്രമിച്ചത്. അതുപോലെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളും പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ വഴി അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി ജീവൻ പോലും ബലിദാനം കഴിക്കുന്ന ലക്ഷക്കണക്കിന് ജവാന്മാരെയും ലക്ഷക്കണക്കിന് ആന്റി ടെററിസ്റ്റ് ജവാന്മാരെയും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഭടന്മാരെയും എല്ലാമാണ് ആക്ഷേപിച്ചത്. ഇതുപോലെ ഒരാൾ ഇനിയും പാർലമെന്റിൽ പോണോ എന്നത് ഇവിടുത്തെ ജനങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതാണ്. അതുപോലെ ശ്രീ തോമസ് ഐസക് അദ്ദേഹം ഇന്നും പറയുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി പറയുന്നു നമ്മൾ ഇവിടെ CAA നടത്താൻ സമ്മതിക്കില്ല. ഇവരെന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റിനല്ലാതെ മറ്റാർക്കും ഒരു റൈറ്റുമില്ല, അവർക്ക് സാധിക്കില്ല. അപ്പോൾ കേരളത്തിലോ തമിഴ്നാടിലോ വെസ്റ്റ് ബംഗാളിലോ എവിടെയെങ്കിലും ഈ ഇന്ത്യ മുന്നണിയിലുള്ള ആരെങ്കിലും പറയുന്നു അവർ CAA നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മാത്രം, ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണിത്. ഇത് ആരും കാര്യമായി എടുക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, CAA നടപ്പാക്കി കഴിഞ്ഞു, അത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. അത് തടുക്കാൻ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലെ ഈ പ്രീണന രാഷ്ട്രീയം കളിച്ച് ഇവിടെ ഒരിക്കലും വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല. സാധ്യമല്ലാത്ത രീതിയിൽ ഇവിടെ വർഗീയവാദം കുത്തിവെക്കുന്ന ഈ LDF-നെയും UDF-നെയും മാറ്റാൻ സമയമായിരിക്കുന്നു. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു സങ്കല്പമുണ്ട്. അടുത്ത 25 വർഷത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക. ഒരു വികസിത ഭാരതം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു വികസിത കേരളം ഉണ്ടാകാൻ, ഒരു വികസിത പത്തനംതിട്ട ഉണ്ടാകാൻ ഇവിടെ ഒരു NDA സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്കും സാമൂഹികവും സാമ്പത്തികമായിട്ട് മുന്നേറാൻ അവസരങ്ങൾ ഉണ്ടാകേണ്ടതിന്, ലോകാത്തര നിലവാരമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതിന്, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതിന്, അതുപോലെ ഇവിടെ നല്ല മഹിളാ സുരക്ഷ ഉണ്ടാകാൻ, അതുപോലെ ഇവിടുത്തെ യുവതിയുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ, ഇവിടുത്തെ കർഷകർക്ക് നല്ലൊരു കാലം വരാൻ, ഇതിനെല്ലാവർക്കും ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന 20 NDA സ്ഥാനാർത്ഥികളും വിജയിച്ച് ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ ജനപ്രതിനിധികളാവേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ എല്ലാവരും NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, വോട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഈ മണ്ഡലത്തിൽ ശ്രീ മോദിജിയെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥി ഞാനാണ്.
ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എം പിക്ക് വേണ്ടിയല്ല വോട്ട് ചെയ്യുന്നത്. അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കും, അടുത്ത 5 വർഷം ഇന്ത്യ ആര് നയിക്കും, അടുത്ത 5 വർഷം ഇന്ത്യ ആര് പ്രധാനമന്ത്രിയാകും, ഇതിനു വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് കാരണം കേരളത്തിലെ ഓരോ NDA സ്ഥാനാർത്ഥിയും ഓരോ BJP സ്ഥാനാർത്ഥിക്കും നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ താമര അടയാളത്തിൽ വോട്ട് ചെയ്യുമ്പോൾ, NDAക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മോദിജിക്കാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഈ കേരളം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാൻ, ഒരു വികസിത കേരളം ഉണ്ടാകാൻ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും വോട്ട് രേഖപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഞാൻ നിർത്തുകയാണ്. നന്ദി. ജയന്ത്. ഭാരത് മാതാ കി. ഭാരത് മാതാ കി.